അപ്പൊ നമ്മൾ മരിച്ചു പോകുമ്പോ നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ ഉണ്ടാക്കിയ സ്വത്തുക്കളാ. അതാണ് ഖുർആനിൽ പറഞ്ഞത് വമൻ മിസ്കാല ദർറത്തിൻ ഖൈറുൻ യറ വമൻ മിസ്കാല ദർറത്തിൻ ശർറുൻ യറ. നമ്മളൊരു അണിമണി തൂക്കം നന്മ ചെയ്യുന്നുവോ ആ നന്മ മാത്രമേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ. നമ്മളൊരു അണിമണി തൂക്കം തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ ആ തിന്മ മാത്രമേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ എന്ന് പറയുന്നത്. അതിനാണ് ഗീതയിൽ പറയുന്നത് മൃത്യോ അനന്തരവയം കർമ്മഫലം മാത്രം മഹാമ എന്ന് ഗീതയിൽ പറയുന്നത് കൊണ്ടാണ്. നമ്മളുണ്ടാക്കിയ കർമ്മഫലം മാത്രമേ നമ്മൾ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകണു എന്നാണ് ഗീതയിൽ പറയുന്നത്. ബൈബിളിൽ പറയുന്നത് എന്താ? ബൈബിളിൽ പറയുന്നത് കള്ളൻ തുരന്നു പൊട്ടിക്കാത്തതും തുരുമ്പ് പിടിക്കാത്തതുമായ സ്വത്തുക്കളെ സ്വർഗത്തിൽ നിക്ഷേപിക്കുവിൻ എന്ന് ബൈബിളിൽ പറയുന്നത് കൊണ്ടാണ്. അതും പറയുന്നത് മരിച്ചു പോകുമ്പോ നമ്മൾ ഉണ്ടാക്കിയ സൽക്കർമ്മങ്ങൾ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. ആ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു വേദിയാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ സമയമില്ല, നിങ്ങൾക്ക് പോകാനും നിർത്തിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ സംസാരം ചുരുക്കിയാണ്. എന്തായാലും ഈ MSSന്റെ സംഘടന ഞങ്ങൾക്കൊക്കെ അറിയാം. ഇതിനെ കുറിച്ച് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഞാനിന്ന് ഇവിടെ കുറച്ച് മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. സാധാരണ ആവശ്യമുള്ള മരുന്നുകളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കത് തരാനും അതുപോലെ സഹകരിക്കാനും വേണ്ടിയിട്ടാണ് വരുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ നമുക്ക് ചെയ്യാം അല്ലെ, ചെറുതാ തരാൻ പറ്റുന്നത് അതാ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും അല്ലേ? അതല്ലേ ശ്രീനാരായണ അവനവന്റെ ആത്മസുഹൃത്തിനായി ആചരിക്കുന്നവ അവരന്റെ സുഹൃത്തിനായി വരണം എന്ന് ഗുരുദേവൻ പറഞ്ഞു. എന്നെ പോലെ എന്റെ അയൽക്കാരനെ സ്നേഹിച്ച യേശുസ് പറഞ്ഞു. എന്റെ അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ വയറ് നിറയുന്നവൻ എങ്കിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അരുളി ചെയ്തു. ഇതൊക്കെ പറയുന്നത് ചേർത്ത് പിടിക്കാനാണ്, മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ്. അല്ല അവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, ഒന്നുമില്ല. എല്ലാം മനുഷ്യരായിട്ട് കാണണം അല്ലേ? നമുക്കിപ്പോ ഒരു 3 സിലിണ്ടർ ഓക്സിജൻ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ശ്വസിക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് കഴിയുണ്ടല്ലോ.